ദേവീക്ഷേത്രങ്ങളിൽ കുംഭഭരണി, മീനഭരണി നാളുകളിലാണ് കുംഭക്കുടം നടക്കുന്നത്. ഭക്തർ വഴിപാടായി ആചരിക്കുന്ന കുംഭക്കുടം ഘോഷയാത്രയിലെ പ്രധാന ആകർഷണമാണ് ചെണ്ടുകൾ. വിവിധ വർണ്ണങ്ങളിൽ 20-25 അടി ഉയരമുള്ള ചെണ്ടുകളാണ് ഇത്തവണ അണിയറയിൽ ഒരുങ്ങുന്നത്. ഹോൾഡ് മുൻകാലങ്ങളിൽ 40 അടിക്ക് മുകളിൽ ഉയരമുള്ള ചെണ്ടുകൾ വരെ നിർമ്മിച്ചിരുന്നു. കാലം മാറിയിട്ടും കുംഭക്കുടത്തിൽ ചെണ്ടിന്റെ പ്രാധാന്യം കുറഞ്ഞില്ല. കലാവിരുദിനും കൈത്തഴക്കത്തിനുമൊപ്പം ഭക്തരുടെ ഒരുമയോടുള്ള ആത്മസമർപ്പണം കൂടിയാണ് ചെണ്ടുകൾ. 1 മാസത്തിലധികം പ്രയത്നമാണ് ഓരോ ചെണ്ടു നിർമ്മാണത്തിനും വേണ്ടിവരുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ചുരക്കാമ്പലത്തിലോട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ചെണ്ട ഇടുന്നതാണ്. ചലഞ്ചുകാരനാണ് കുടം പോകുന്നത്. അത് പാട്ടമ്പളാണ്, അവിടുത്തെ പാട്ടമ്പളാണ്. അപ്പോൾ അതിൻ്റെ കെട്ടാൻ പോകുന്നതിന് ഈർക്കിലിയാണ് ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈർക്കിലി പുഴുങ്ങി മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിയിട്ട് ഒരു 3-4 മണിക്കൂർ ഈർക്കിലി പുഴുങ്ങിയിട്ടാണ് ഈ സംഭവം. പിന്നെ റൗണ്ട് ചെയ്ത് പൂ കട്ട് ചെയ്ത് വെട്ടി ഇതുപോലെ ഗിൽറ്റൊക്കെ സെറ്റ് ചെയ്ത് പൂ ഉണ്ടാക്കണം. അതൊരു ഏകദേശം ഒരു 10,600 പൂ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളൊരു 10-40 പേരുണ്ട്. 10-40 മാസം കഷ്ടപ്പാടാണിത് ഇതുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നിലയിട്ട് പൂ ഉണ്ടാക്കി നിലയിട്ട് സെറ്റ് ചെയ്ത് ഇതുപോലെ കെട്ടുക. മേളിൽ നിന്ന് കെട്ടി ഇറങ്ങുക. 41 നില. ഈ വ്യാഴാഴ്ചയാണ് കുടം. അപ്പം നമ്മളെക്കാളും നല്ല ഉണ്ടാക്കാൻ അവർ നോക്കും, അവരെക്കാളും നല്ല ഉണ്ടാക്കാൻ നമ്മൾ നോക്കും. ഇത് തമ്മിലൊരു വാശിയുണ്ട്. എന്തായാലും കുടങ്ങൾ പോകുന്നത് തമ്മിലുള്ള അതിൻ്റെ ഒരു ഇതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ ഇത് സംഭവം വെളുപ്പിനെ കെട്ടി തീരത്തുള്ളൂ. ഇനിയൊരു 7 നില കെട്ടാനുണ്ട്. 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ നിലയൊക്കെ കെട്ടണമെങ്കിൽ 2, 3, 4 മണിക്കൂറൊക്കെ എടുത്താണ് ഈ സംഭവം കെട്ടി ഇറങ്ങുന്നത്. കമുകിന്റെ കാതൽ, തെങ്ങിന്റെ ഈർക്കിലി, ചാക്കുനൂല്, വർണ്ണക്കടലാസുകൾ, ഗിൽറ്റ് പേപ്പറുകൾ എന്നിവ ഉപയോഗിച്ചാണ് പൂക്കൾ നിർമ്മിക്കുന്നത്. 25 അടി പൊക്കമുള്ള ചെണ്ടിനായി 1000-ലധികം പൂക്കൾ വേണ്ടിവരും. ചെണ്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഇതിന്റെ വ്യാസവും കൂടി വരും. നീളമുള്ള കമുകിന്റെ കാതൽ ഉരുമിയെടുത്ത ശേഷം അതിൽ ഈർക്കിലിയുടെ തുമ്പത്ത് കടലാസു പൂക്കൾ കൊരുത്ത് കമുകിന്റെ വാരിയിൽ വൃത്താകൃതിയിൽ ചാക്കുനൂല് ഉപയോഗിച്ച് കെട്ടിയുറപ്പിച്ചാണ് ചെണ്ടുകൾ നിർമ്മിക്കുന്നത്. ചെണ്ടിന്റെ കീഴറ്റം ചെമ്പുകുടത്തിൽ ഉറപ്പിച്ച ശേഷം ചെണ്ട് തലയിലേറ്റി വാദ്യമേളങ്ങൾക്കനുസരിച്ച് തുള്ളും. നാട്ടിൻപുറങ്ങളിൽ ആവേശമുണർത്തുന്ന ചടങ്ങാണിത്. കാലം മാറിയെങ്കിലും പുതുതലമുറയും ഈ ഘോഷയാത്ര വർണ്ണാഭമാക്കുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.